അച്ഛൻ എങ്ങോട്ടാ പോയേ? അറിയില്ല. അച്ഛൻ എന്താ വരാത്തെ? വരും. അമ്മായി, പോലീസ് പോലീസ്. എന്താ? അയാൾ കൂട്ടിക്കൊണ്ട് വന്ന ആ രാജേന്ദ്ര മാമൻ. എന്തിനാ? എന്താടി നിന്റെ പേര്? സീത. സീത. എടുക്കടി പെട്ടി മട്ടിയൊക്കെ. എന്തിനാ? ഇത് ഞങ്ങൾ അമ്മായിയാ. ഇവള് പലരുടെ അമ്മായി ആയിട്ടുണ്ടാവും. പറഞ്ഞത് കേട്ടില്ലേടി? ഇത്ര പെട്ടെന്നത് വേണ്ടിയിരുന്നില്ലേട്ടാ. പിന്നെ എപ്പോഴാ? ഇതല്ലാതെ വേറെ വഴിയില്ല. അമ്മ കംപ്ലീറ്റ് സ്വത്തുക്കളും അവന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നലെ എല്ലാവരും കയ്യും വീശി പോകേണ്ടി വരും. എന്നാലും രവിയേട്ടൻ നമ്മുടെ ആരുമല്ല. ഇങ്ങനെ ഒരാള് നമുക്ക് പരിചയമില്ല എന്നൊക്കെ എങ്ങനെ പറയാ? പറയണം. രവീന്ദ്രൻ നായർ എന്നൊരു ബ്രദർ നാട് വിട്ട് പോയ കാര്യം സത്യമാണ്. തിരിച്ചു വന്നത് അയാളാണെന്ന് നമുക്കറിയില്ല. അറിയില്ല എന്നല്ല, അല്ല അല്ല അല്ല. എന്താ മോനെ, എന്താ നമ്മുടെ വീട്ടിൽ പോലീസ്? അതിന് അമ്മ എന്തിനാ പേടിക്കുന്നേ? നമ്മളാരെയും കൊന്നിട്ടൊന്നുമില്ല. ഏട്ടനെപ്പോ വന്നു? ഏട്ടനോ? ആരുടെ ഏട്ടൻ? അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു സംശയം? എന്റെ ഏട്ടൻ. ഇവനാണ് ആള്. നീ ആരാ? ആരാ? സത്യം പറടാ, നീ ആരാ? എന്താ രാജേന്ദ്ര ഈ പറയണേ? ഇത് എന്ത് ചോദ്യം സാറേ? ഞാൻ രവീന്ദ്രനാഥ്, ഗോവിന്ദമേനോന്റെ രണ്ടാമത്തെ മകൻ. ഗോവിന്ദമേനോന്റെ മകൻ. ഫ്രോഡാണ് ഇവൻ. ഇവന് വിടരുത്. നീ എന്താടാ പറഞ്ഞത്? ഇവൻ എന്റെ മോനാ, എന്റെ മോൻ. എന്റെ മോൻ സത്യമായിട്ട് എന്റെ ഏട്ടനാണ്. ഈ വല്ലിട്ട് പറഞ്ഞ നുണയാ. ഇത്ര നാളെ വല്ലിട്ട് ഇത് സംശയിച്ചിട്ടില്ല. ചോദിച്ചു നോക്ക്. സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ഉറപ്പായത് നുണയാണ്. സ്വത്തിന് വേണ്ടി വല്ലിട്ടുണ്ടാക്കുന്ന കള്ള കേസാ. ഓ, ആ കളിയാണോ? എന്റെ രാജേന്ദ്ര, ഇതിലും ഭേദം അവനെ ഉറക്കത്തിൽ കുത്തിക്കൊന്നുവിടറ പട്ടി. എടോ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ സാർ ഇത്? നിങ്ങൾ വെറുതെ വേണ്ടാത്ത കാര്യത്തിന് പോലീസിനെ കരുവക്ക. വേണ്ടാത്ത കാര്യോ? എടോ, ഇത് എന്റെ വീട്ടിലുണ്ടായ ഒരു ഇഷ്യൂവാ. സംശയം തോന്നി, ഞാൻ പെറ്റീഷൻ തന്നു. അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ട്. ഇവനിവിടെ എല്ലാരും കൊന്നിട്ട് പോയാലേ സമാധാനം താൻ പറയേണ്ടി വരും. ഈ അമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ട്, കാഴ്ചക്കുറവുണ്ട്. ആളെ കണ്ടാൽ തിരിച്ചറിയൂല. എടാ, നീ എന്റെ മകനല്ല, എന്റെ വയറ്റിൽ കുരുത്തതല്ല. നിന്റെ ഉള്ളിൽ മൃഗമാണ്. മൃഗം. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. എടാ, ഇറങ്ങാൻ. ഇറങ്ങാൻ. എടാ, ഇറങ്ങാൻ. ഇറങ്ങാൻ. ജനിച്ച വീണപ്പം മുതൽ തുടങ്ങിയതാ എന്റെ മോനോടുള്ള ഇവന്റെ പക. ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാ ഞാൻ ചെയ്തത്? കുട്ടിയായിരിക്കുമ്പോഴും എന്റെ കണ്ണീര് കാണാൻ ഏട്ടൻ ഇഷ്ടം. എല്ലായിടത്തും എന്നെ ചതിച്ചേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഏട്ടൻ മനസ്സിലാക്കണം. അന്നും എന്നും രവി തോറ്റു തരികയാണ്. ജയിക്കാൻ കരുത്തില്ല എന്നിട്ടോ ചങ്കുറ്റല്ല എന്നിട്ടോ അല്ല. നിങ്ങൾക്ക് ഞാൻ ആരുമല്ലെങ്കിലും നിങ്ങൾ എന്റെ ഏട്ടനാണ്, എന്റെ ചോര. മോനെ, DIG ഗോവിന്ദമേനോന്റെ ഭാര്യയാണ് ഞാൻ. അത് കണക്കാക്കണ്ട. പെറ്റ വയറ് നോവുന്നൊരമ്മ. ഞാൻ നെഞ്ചുരുകി പറയുകയാണ്, ഇവൻ എന്റെ മോനാണ്, എന്റെ പൊന്നുമോൻ. ഇവനെ ഞാൻ വിട്ടു തരില്ല. ഇതിന് ഞങ്ങൾ ഏട്ടനോട് നിൽക്കില്ല. ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തിട്ട് കിട്ടുന്ന സ്വത്ത് ഞങ്ങൾക്ക് വേണ്ട. ഇപ്പൊ എല്ലാരും പുണ്യാളന്മാരായി. സാറേ, സാർ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പോസ്റ്റിലിരിക്കുന്ന ആളല്ലേ? പണത്തിന് വേണ്ടി ഇങ്ങനത്തെ കളി കളിക്കണം. ഇതിലും ഭേദം ഞാനൊന്നും പറയുന്നില്ല. കൊള്ളാം. എല്ലാവരും ചേർന്ന് ശരിക്കും വാരി തന്നെ. മറക്കില്ല. ഒന്നും മറക്കണ സ്വഭാവക്കാരനല്ല രാജേന്ദ്രനാഥ്. ഓർത്തോ? ആ, എത്തിയല്ലോ. ഹലോ. ഹലോ. ഹരി, നിന്റെ ഭാര്യയുടെ യഥാർത്ഥ ചരിത്രം അറിയോ?
അതിനു മുമ്പ് കുറെ പഴയ ചരിത്രങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം, വേണോ? രേഖകളുണ്ട്, കാണിച്ചു തരാം. നിന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ ആ വെളുത്ത മുഖത്ത് കരി തേക്കണ്ട. നീ ഇതൊന്നും കാര്യമാക്കണ്ട, വാ. ഓണപോക്കിനൊരാണി. ഇവൻ വെറും മൃഗല്ല, കണ്ടാമൃഗ. ആ പിന്നെ ഈ കരച്ചിലും പിഴിച്ചിലൊക്കെ അവരവരുടെ മുറിയിൽ, അതും വാതിലടച്ച് കുറ്റിട്ടിട്ട്. ഏട്ടത്തി, ഏട്ടൻ പോവാണ്. എങ്ങടാ? തിരിച്ച്. അല്ല രവിയേട്ടൻ പുറപ്പെടുകയാണ്. ഏട്ടൻ എന്തിനാ പോണത്? ഞങ്ങളൊക്കെ പോയാ പോരെ. ഇതിപ്പോ ഏട്ടന്റെ വീടല്ലേ? ഏട്ടന് വീടുണ്ട് അവിടെ. ഒരു മുറി, ഒരു കൊച്ചടുക്കളി, അത് തന്നെ ധാരാളം. ഏട്ടനൊരു ചെറിയ കമ്പനിയിലെ തൊഴിലാളിയല്ലേ, അതെന്നെ കൊണ്ടോന്നറിയില്ല. ആരല്ല, എന്ത് പണിയെടുക്കാൻ അറിയാം, ജീവിക്കും. അപ്പോ ആധാരം നടത്തിച്ചോന്ന്? നടത്തിച്ചു. അമ്മയെ കൊണ്ട് നിങ്ങളുടെ 4 ആളുടെ പേർക്ക് എഴുതിച്ചു ഏട്ടൻ. ഇതിപ്പോ നിങ്ങളുടെ വീടാണ്. ഒരപേക്ഷയുണ്ട്, അമ്മയുടെ കാലം കഴിയുന്നവരെങ്കിലും ഇത് പൊളിച്ചു വെക്കരുത്. നമ്മള് 4 അല്ലല്ലോ, 5 ആളല്ലേ ഏട്ടാ? എന്ന് ആര് പറഞ്ഞു? ഇപ്പൊ കേട്ടില്ലേ, രവിയേട്ടൻ ഗോവിന്ദമന്റെ മോനല്ല, സ്വത്ത് മോഹിച്ചു വന്നൊരു ഫ്രോഡാണെന്ന്. ശരിയാണ്, ചിലർക്ക് മോഹിച്ചു തന്നെയാ വന്നത്. പക്ഷേ സ്വത്തും പണമൊന്നുമല്ല. എൻ്റെ മക്കൾക്ക് വല്യച്ഛൻ, ഇളയച്ഛൻ, സുനന്ദമായി, ഗീതമായി എന്നൊക്കെ വിളിക്കാൻ, ഓണത്തിനോ വിഷുവിനോ ഒക്കെ ഒന്ന് നാട് കണ്ടിട്ട് പോകാൻ. ഇനിയിപ്പോ ഒരു കാലത്ത് ഞാനില്ലാണ്ടായാല് അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ആ തെറ്റൊന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഒന്ന് ഗുണദോഷിക്കാൻ. ഇളയച്ഛനും അമ്മായിമാരും സാരില്ല. ഞങ്ങളുണ്ടാവും ഏട്ടാ, എന്നുണ്ടാവും. ഏട്ട പോകരുത്. ലച്ചു, ഗീതമായി പറഞ്ഞ കേട്ടോ, നമ്മളിനി പോവണ്ടെന്ന്. രവിയേട്ടൻ പണ്ട് ഞങ്ങൾ വികൃതി കാട്ടിയാലും അച്ഛൻ്റെ നടി രവിയേട്ടനായിരുന്നു. പക്ഷെ ഇന്ന് അച്ഛനല്ല, ഞങ്ങൾ തന്നെയാ തന്നത്. സാരില്ല, ഏട്ടനൊക്കെ അപ്പോഴും പറഞ്ഞില്ലേ. പറയാൻ അർഹതയില്ല. എങ്കിലും ഏട്ടത്തിയും കുട്ടിയോടും രവിയേട്ടനും ഇവിടെ തന്നെ ഉണ്ടാവണം. വേണ്ട, പോയേ പറ്റൂ. ഈ വീട്ടിൽ എൻ്റെ മോന് ഇനിയും സങ്കടങ്ങളെ ഉണ്ടാവും. പോണം. ഈ വീട് അവൻ്റെ അല്ല. ഈ വീട്ടിൽ അവനൊരു അവകാശമില്ല. അമ്മ എന്തേ പറയണം? എന്താ, നിനക്കൊക്കെ അതല്ലേ വേണ്ടു? സ്വത്തും പണവും. ജീവിക്കും, സന്തോഷമായിട്ട് ജീവിക്കും. ഏട്ടനിവിടെ ഉള്ളതാണമ്മേ ഞങ്ങൾക്ക് സന്തോഷം. ഇതിനായി ഏട്ടൻ ഈ സ്നേഹത്തിൽ, അല്ലാതെ വേറൊന്നുമല്ല. വല്ലപ്പോഴും വരുമ്പോ ഒന്ന് ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് കഴിയും. പോകുമ്പോ ഒന്ന് കണ്ണു നിറയുക, ധാരാളം. ഇപ്പോ ഏട്ടൻ സന്തോഷായി. ഇനി ഏട്ടന് 2 കാര്യങ്ങൾ നിങ്ങൾ അനുവദിച്ചു തരാം. ഒന്ന് ദാവളം. സുജയ്, ഇവളങ്ങനെ മാറി നിൽക്കേണ്ട കുട്ടിയൊന്നുമല്ല. ഇവൾക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ. ഇവളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു സംഖ്യ എഴുതി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. പിന്നെ ഇവളുടെ അമ്മ എന്തെങ്കിലും തിരിച്ചു വന്നാൽ ദുഷിച്ച് തള്ളിക്കളയും. പിന്നെ അമ്മ എൻ്റെ കൂടെ പോര്. സുഖമില്ലാത്തപ്പോ അമ്മ ആരും ഒന്നും പറയണ്ട. കുറച്ചു കാലെങ്കിലും എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം. ആരെതിർത്താലും ഞാൻ പോകും. സൗകര്യക്കുറവുകളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു. ഓരോന്നും അമ്മയ്ക്ക് വാശി. ഞാൻ നോക്കിക്കോളാം. ശ്രീധരമാമ പോയി. രവിയേട്ടൻ പോണത് കാണാൻ വയ്യ. നന്നായി. ഞാൻ ഇറങ്ങുമ്പോൾ യാത്ര അയക്കാനും
കണ്ണീരൊഴുക്കാനൊന്നും ആരും വരണ്ട. ഇനിയും വരും രവിയേട്ടൻ. അച്ചാരിയെന്നെങ്കിലേ കണ്ടല്ലോ അരയന്നങ്ങൾ ഇനി നമ്മുടെ വീട്ടിൽ വരും അവിടെ അല്ലേ മേ? അതെ